രഘു, ഈ ഈ ഒരുക്കങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ പണ്ട് ഈ പുന്നമടക്കായലിൽ തന്നെ തുഴയെറിഞ്ഞ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? ഞാൻ പുന്നമടക്കായലിൽ തുഴയെറിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പായിപ്പാട് വള്ളംകളിയൊക്കെ പ്രാദേശികമായ വള്ളംകളികൾ മാത്രമാണ് ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കയറി. അന്ന് ഈ ഇത്ര വലിയ ക്ലബ്ബുകളും അങ്ങനെ ഇത്ര വലിയ വാശികളൊന്നുമില്ലാത്ത സമയത്ത് പ്രാദേശികമായി നടക്കുന്ന ജലോത്സവങ്ങളിലൊക്കെ നാട്ടുകാർ തന്നെയായിരുന്നു തുഴയുന്നത്. അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ വന്ന് അങ്ങനെ തുഴഞ്ഞ ഒരു പാരമ്പര്യമൊന്നുമില്ല. എന്തായാലും സ്റ്റാർട്ടിംഗ് പോയിന്റ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചുണ്ടൻ വെള്ളം വരികയാണ്. ഏത് ചുണ്ടൻ വെള്ളമാണ് നമുക്ക് അടുത്ത് വന്നാലേ അത് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അങ്ങ് ഫിനിഷിംഗ് പോയിന്റിലേക്ക് മാസ്റ്ററിൽ അടക്കമുള്ള ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് തുഴച്ചിൽക്കാർ. 3 മണിക്കാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുക. ഞാൻ അല്പസമയം മുമ്പ് കണ്ണൻ നായരുടെയും മാർഷലിൻ്റെയും ഒക്കെ ലൈവ് കേൾക്കുകയായിരുന്നു. അവർ ഈ കാരിച്ചാലും അല്ലെങ്കിൽ UBCയും അങ്ങനെയൊക്കെ 1-2 വള്ളങ്ങളുടെ പേരാണ് പറയുന്നത്. പക്ഷേ 19 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഈ 19 വള്ളങ്ങൾക്കും വലിയ ഫാൻ ബേസുകളുണ്ട്. ചില കാലിച്ചാൽ പോലെയുള്ള വള്ളങ്ങൾക്ക് കുറച്ചധികം കൂടുതലായിരിക്കും. കാരണം ഒരു വള്ളംകളിയിലെ ഒരു രാജാവെന്ന് നമുക്ക് കാരിച്ചാലിനെ വിളിക്കാം. അത്രയേറെ തവണ നെഹ്റു ട്രോഫി നേടിയെടുത്തത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഫാൻ ബേസ് കൂടുതലാണ്. പക്ഷേ ഈ 19 കരയിലെ ജനങ്ങളുടെ ആഗ്രഹം അവരുടെ വള്ളം ജയിക്കണമെന്നാണ്. ഈ ക്ലബ്ബുകൾ വള്ളങ്ങൾക്കൊപ്പം തന്നെ ക്ലബ്ബുകളുടെയും ആഗ്രഹം അവരുടെ ക്ലബ്ബുകൾ ജയിക്കണമെന്നാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു മത്സര വള്ളംകളിയിലെ ഒരു വേൾഡ് കപ്പ് എന്ന് പറയാൻ പറ്റുന്ന നെഹ്റു ട്രോഫി മുത്തമിടുക എന്നുള്ളത് എല്ലാ വള്ളങ്ങളുടെയും എല്ലാ കരക്കാരുടെയും എല്ലാ ക്ലബ്ബുകളുടെയും ഒരു ആഗ്രഹമാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. ഇപ്പോൾ തന്നെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിലൊക്കെ ധാരാളം ആളുകൾ കുടുംബസമേതം തന്നെ വന്ന് ഇരിപ്പുണ്ട്. നമുക്ക് അവരിലേക്കൊക്കെ തന്നെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അതായത് ഈ ധാരാളം ഈ ഒരു കിലോമീറ്ററിലധികം ദൂരം ഇങ്ങനെ നിരന്ന ആളുകൾ ഇരിക്കുകയാണ്. ചേട്ടാ, എവിടുന്നാ വരുന്നേ? ഞങ്ങൾ കൈനകരി. ഏത് വള്ളം ജയിക്കണമെന്നാ? UBC. രാവിലെ ഇങ്ങ് പോന്നു. UBC ജയിക്കുമെന്ന് പറയാൻ കാര്യം? UBC ഞങ്ങളുടെ കുട്ടനാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. പുറത്തുനിന്നൊക്കെ ധാരാളം ടീമുകൾ വരുന്നുണ്ട്. അപ്പോൾ UBCയുടെ ഒരു പഴയ പ്രതാപം ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും UBC. ആര് ജയിക്കണമെന്നാ? UBC. ഒരു ചെറിയ കുഞ്ഞിന് പോലും അവന് ഈ വള്ളംകളി അല്ലെങ്കിൽ അതിന്റെ ക്ലബ്ബ് അവന്റെ മനസ്സിലും ഇപ്പോഴേ ഒരു വാശിയും ഒരു സ്പോർട്സ് സ്പിരിറ്റ് കയറുകയാണ്. UBC കൈനഗിരിയുടെ ഫാനാണ്. അത്തരത്തിൽ അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വള്ളംകളി മാത്രമല്ല, ഈ ക്ലബ്ബുകളും അവരെ സംബന്ധിച്ച് അവർ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നതാണ്. ക്ലബ്ബുകളും ഈ സംഘടനകളും ഒക്കെ